നമസ്കാരം. നമസ്കാരം. തോൽവിയിൽ നിന്ന് പാഠം പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് CPM-ന്റെ മുമ്പിലിരിക്കുന്നത്. അപ്പം ഇതിന് തുടക്കം കുറിച്ചത് മറ്റാരുമല്ല, MA ബേബി തന്നെയാണ്. പാർട്ടി തോറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞത് പാർട്ടി എല്ലാവിധ വിശകലനങ്ങൾക്കും അടിത്തട്ടിലുള്ള ആൾക്കാരെ കേൾക്കാനും തയ്യാറാണെന്നുള്ളതും, അതിനുശേഷം പിന്നീട് ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എല്ലാ ഭാഗത്തും ചർച്ചകൾ ഒരു പരിധിയില്ലാണ്ട് അതിരൂക്ഷമായിട്ട് നടക്കുന്നത്. പിണറായി വിജയനെ പാറശാല കമ്മിറ്റിക്കാർ വിശേഷിപ്പിച്ചത് ബാൻഡ്രേക്ക് എന്നുള്ള തരത്തിലേക്കാണ്. അപ്പോൾ പലതരത്തിൽ പാർട്ടിക്കുള്ളിലും പുറത്തുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതെല്ലാം ഇരു കൈ നീട്ടി സ്വീകരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ അതിനുശേഷം കണ്ണൂരിൽ പറഞ്ഞ പോലെ CPM-ന്റെ ആ പരിപാടിയിൽ പിണറായി വിജയനെതിരെ പറഞ്ഞവർക്കെതിരെ എല്ലാവർക്കെതിരെ നടപടി നടക്കുന്നു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ MA ബേബി അടക്കം പാർട്ടിക്കുള്ളിൽ മറ്റൊരു സമാന്തര ഗ്രൂപ്പ് ഉണ്ടാക്കി പോകുന്നു എന്ന് പറയുന്നു. MA ബേബി ഇന്നലെ EMS-ന്റെ ലോകത്ത് എന്നുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കെ MV ഗോവിന്ദനെയും പിണറായി വിജയനും കടന്നാക്രമിക്കുന്നു. പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. മറുവശത്ത് MA ബേബിനെ സപ്പോർട്ട് ചെയ്യാൻ P രാജീവ് ഉണ്ട്, അതേപോലെ M സ്വരാജ് ഉണ്ട്, KN ബാലഗോപാൽ ഉണ്ട്. ഇങ്ങനെ മുമ്പിലായിട്ട് ഇവരൊക്കെ ഉണ്ട്. അവരെ പിന്നിലായിട്ട് P ജയരാജൻ പോലത്തെ പല നേതാക്കന്മാരും പിന്നിലുണ്ട്. അപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റൊരു സമാന്തര പാർട്ടിയായിട്ട് ഇവർ വളർന്നു വരുന്നു. മറുവശത്ത് പിണറായി വിജയനും MV ഗോവിന്ദനും ഒരു ടീമായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് CPM-നുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു കാര്യമാണ്. CPM-ൽ നടക്കാൻ പോകുന്ന സംഭവ പരമ്പരകളുടെ ഒരു മുൻകാഴ്ച. അപ്പോൾ ആ ദീർഘവൃക്ഷത്തിൽ കണ്ടിട്ടുള്ളത്, ഒരു ഘട്ടം കഴിയുമ്പോൾ പിണറായി വിജയനെതിരെ എല്ലാവരും തിരിയും. ഇന്നലെ വരെ പിണറായി വിജയൻ കൈപ്പിടിയിലൊതുക്കി എല്ലാവരും പേടിപ്പിച്ച് ഭയപ്പെടുത്തി, അല്ലെ കള്ളക്കേസ് എടുക്കും അല്ലെ പുറത്താക്കും എന്നുള്ള ഭീഷണിയിലായിരുന്നു. പിണറായി ആയിരുന്നു CPM എന്ന് പറഞ്ഞാൽ, പിണറായി ആയിരുന്നു സർക്കാർ എന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് ഒരു പാർട്ടിയില്ല, ആളുമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വരെ മിണ്ടാതിരുന്ന ആളുകളെല്ലാം ഇന്ന് ശബ്ദിക്കാൻ വേണ്ടി ആദ്യം പ്രചോദനം കൊടുത്തത് MA ബേബിയാണ്. MA ബേബിയാണ് പറഞ്ഞത്, നിങ്ങളെല്ലാം തുറന്നടിച്ച് പറഞ്ഞോ, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് തുറന്നു വിട്ടത് MA ബേബിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു കേരളത്തിലെ CPM-ന്റെ ഭരണം. പിണറായി വിജയനെ കാണാൻ പോലും അവിടെ അനുമതി ഉണ്ടായിരുന്നില്ല, പത്രക്കാർക്ക് പോലും കാണാൻ അനുമതി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പിണറായി വിജയൻ്റെ വീട് മുതൽ സെക്രട്ടേറിയറ്റ് വരെ CCTV ക്യാമറയിൽ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. ആർക്കും വീട്ടിൽ ചെല്ലാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെല്ലാനോ പോലും അധികാരമുണ്ടായിരുന്നില്ല. പാർട്ടിയാകട്ടെ പിണറായി വിജയൻ്റെ കൈപ്പിടിയിലായിരുന്നു. പിണറായി വിജയൻ പറയുന്നതാണ് പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകാധിപതിയായ ഒരു ഭീകരൻ്റെ കാഴ്ചപ്പാടുകളും പ്രവർത്തനവുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം യാത്ര ചെയ്ത് തന്നെ 10-41 പോലീസ് വാഹനങ്ങളുടെ അടിയമ്പടിയോടെ, അതേപോലെ ആംബുലൻസും ഫയർ സർവീസിൻ്റെയൊക്കെ ഫയർഫോഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. എവിടെ പോകുന്നു അവിടുത്തെ ജനങ്ങളെ ബന്ദിയാക്കി അദ്ദേഹം പോകുന്നവരെ ആയിരക്കണക്കിന് പോലീസുകാർ അവിടെ ഇറങ്ങി പ്രവർത്തിക്കും. അങ്ങനെ ഒരു ഭീകരൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതികൾ അത് എണ്ണമിട്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും അവസാനിക്കില്ല. അവസാനം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് തന്നെ റെയ്ഡ് ചെയ്ത് സ്വന്തം മകളെ അറസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം മകള് എൻഫോഴ്സ്മെൻ്റ് അടുത്തേക്ക് പോകുന്നത് നാണം കെട്ട് തല കുമ്പിട്ട് മാസ്ക് ധരിച്ച് പോകേണ്ട ഗതികേടാണ്. ഒരു വെറുതെ എന്തെങ്കിലും ഒരു കാര്യത്തിനല്ല എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടത്തിയതും മകളെ ചോദ്യം ചെയ്തതും. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ കൃത്യമായി പറയുന്ന പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം ചെയ്യലുണ്ടായിട്ടുള്ളത്. അതായത് വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് എക്സാലോജിക് എന്ന് പറയുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എങ്ങനെ പണം കിട്ടി, അത് ആധികാരികമായി നിയമപരമായിട്ട് വരുന്ന കാര്യമാണ്. ചെന്നൈയിൽ റെക്കോർഡിക്കലി വന്ന പണമാണ്. അത് ഇല്ല എന്ന് നിഷേധിക്കാൻ പിണറായി വിജയനോ മകൾക്കോ കഴിയില്ല. എന്നാൽ മകള് അവിടെ സർവീസ് ഒന്നും ചെയ്തു കൊടുത്തില്ല. എന്നാൽ പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പണം കിട്ടിയിരിക്കുന്നത്. ഇതൊരു ആധികാരിക രേഖയാണ്. അപ്പോൾ ഇത്രയും അഴിമതികൾ നടത്തി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അംശം ഒരു അറ്റത്ത് മാത്രമാണ്. അത് CMRL കമ്പനിയുമായിട്ട് തന്നെ പിണറായി വിജയൻ്റെ ഇടപാടുകൾ നമ്മൾ ഞെട്ടിക്കുന്നതാണെന്നുള്ളതാണ് പുറത്തു വന്നുള്ള വിവരം. ഏകദേശം 5000 കോടി രൂപയുടെ പണ ഇടപാട് പിണറായി വിജയനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിദേശത്ത് പിണറായി വിജയൻ എത്തിച്ചിട്ടുണ്ട്. ഇത് ഒരു മേഖലയിൽ നിന്നല്ല, പല മേഖലയിൽ നിന്നായിട്ട് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ആസ്തിയുണ്ട് എന്നുള്ള കാര്യം ആധികാരികമായി വിളിച്ചു പറഞ്ഞത് ഞാനാണ്.
2005 ഫെബ്രുവരി മാസത്തിൽ ക്രൈമാണ് പിണറായി വിജയൻ തട്ടിപ്പുകാരനാണെന്നും കൊള്ളക്കാരനാണെന്നും ലാവ്ലിൻ കേസിലെ യഥാർത്ഥ പ്രതിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ഞാനായിരിക്കും. അതിനെതിരെ എനിക്ക് ധാരാളം നടപടി ഉണ്ടായെങ്കിൽ അതിനൊക്കെ ഫൈറ്റ് ചെയ്ത് അദ്ദേഹം പ്രതിയായി. അതേപോലെ പിന്നീട് അദ്ദേഹം അട്ടിമറിച്ചു കേസ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ആ കേസ് പരിശോധിക്കാൻ പോലും മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. ഞാൻ വെല്ലുവിളിച്ചിരുന്നു മാർക്സിസ്റ്റ് പാർട്ടീനെ. അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി ഞാൻ സമൂഹദ്രോഹിയാണെന്നും എന്നെ ഏത് വിധേന ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന അവർ പുറപ്പെടുവിച്ചിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പിണറായി വിജയൻ ചെയ്യിച്ച പരിപാടിയാണ്. ജനങ്ങൾക്ക് വിരോധിയായ ആളെ തല്ലിക്കൊന്നു എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ ഹൈക്കോടതിയിൽ പോയി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അന്വേഷിക്കണം എന്ന് പറയുന്ന ഹർജി കൊണ്ടാണ് പിണറായി വിജയൻ പിൻവാങ്ങിയത്. പക്ഷേ ഞാൻ തുറന്നുവിട്ട കാര്യം എന്താണ്? പിണറായി വിജയൻ കള്ളനാണ്, പെരുങ്കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, മാഫിയ തലവനാണ്. ഇദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ അതിനൊന്നും ആരും മിണ്ടാൻ പറ്റിയിരുന്നില്ല. കാരണം പിണറായി വിജയന്റെ ആശ്രിത വത്സലന്മാരായിരുന്നു. മിണ്ടിയാൽ അവർ പുറത്താണ്. ബാലാനന്ദനാണ് എനിക്ക് ഈ രേഖകളെല്ലാം തരുന്നത്, CITയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ നിഷ്കരുണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കി അവർ കരഞ്ഞുകൊണ്ട് പോകുന്ന രംഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെയാണ് പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരുടെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോ ഇവരെ കാര്യം വരികയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ MA ബേബിയൊക്കെ അപ്പോ ഭരണം പോയി പിണറായി വിജയൻ എല്ലാം കൊണ്ടും പെട്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സംരക്ഷണയിലിരുന്നു പിണറായി വിജയൻ. ഇത്രയും കാലം പിണറായി വിജയനെ അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പിണറായി വിജയൻ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ആർക്കും വേണ്ടാതെയായി. പിണറായി വിജയന്റെ കുടുംബത്തെ വേണ്ടാതെയായി. കാരണം എന്താ? അവർ തട്ടിപ്പ് നടത്തിയതാണെന്ന് കൃത്യമായി രേഖകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ ഇനിയും സംരക്ഷിച്ചാൽ ഇവിടെ കേരളത്തിൽ CPM എന്നുള്ള പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാകുമെന്നും അത് ചരിത്രത്തിൻ്റെ രേഖയിൽ പോലും ഉണ്ടാവില്ല. ബംഗാളിലും ത്രിപുരയിലും തകർന്ന പോലെ കേരളത്തിലും തകർന്നു പോകുമെന്ന് തിരിച്ചറിയാനുള്ള MA ബേബി അവിടെ നിൽക്കണമെങ്കിൽ ഒരു കാര്യം വേണമല്ലോ. അവിടെ ഒരു പാർട്ടിയെ എവിടെയെങ്കിലും ഇല്ലാതിരുന്നാൽ അവിടെ ഡൽഹിയിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പാർട്ടിയെ രണ്ടാമതും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പിണറായി വിജയന്റെ കരാള ഹസ്തത്തിൽ നിന്ന് ഊരിയെടുത്താൽ മാത്രമേ അതിന് കഴിയുള്ളൂ. ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ സംവിധാനത്തെ പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് അടിത്തട്ട് മുതൽ അതിന് പ്രതികരണം വേണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ് നിങ്ങൾ തുറന്നടിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത്. അതോടുകൂടി അടിത്തട്ടിൽ നിന്ന് പിണറായി വിജയനെതിരെയുള്ള കൃത്യമായുള്ള ആരോപണങ്ങൾ പാർട്ടി അംഗങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ അത് മേൽത്തട്ടിൽ എത്തിയിരിക്കുന്നു. ആദ്യം വെടിപൊട്ടിച്ചത് രാജീവാണ്. രാജീവ് പറഞ്ഞ എന്താണ്? കൃത്യമായി പറഞ്ഞില്ലേ, ആ ബോർഡ് വെച്ചതാണ് കാരണം. ബോർഡ് എന്താണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് വെച്ചിട്ട് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ നേരിട്ടല്ലാതെ പറഞ്ഞ് ആദ്യം വെടിപൊട്ടിച്ചത് ആണെങ്കിൽ രണ്ടാമത് നിയമസഭയിൽ ഒന്നിനും കൊള്ളാതെ മിണ്ടാതിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും എന്ന് പറയുന്ന പൊട്ടിത്തെറിച്ചുകൊണ്ട് നിയമസഭയിൽ പറയണമെങ്കിൽ അദ്ദേഹത്തിന് ബാലഗോപാലൻ വെറുതെ ഒന്നല്ല മുകളിൽ നിന്നുള്ള ഒരു സന്ദേശം കിട്ടിയിരിക്കുന്നു. കാരണം സന്ദേശം കിട്ടിയിരിക്കുന്നത് ആഞ്ഞടിച്ചോളാൻ വേണ്ടിയിട്ട് ഇത്രയും പരസ്യമായി ആക്ഷേപിച്ച് അതിനെ കത്തിച്ചു കൊടുത്ത ആരാണ്? സ്പീക്കർ കത്തിച്ചു കൊടുത്തു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു കത്തിക്കലാണ്. ശരിക്കും എണ്ണ പകർന്നു കൊടുക്കലാണ് ചെയ്തത്. അവർ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ചെയ്തൊരു ഇതാണ് ആ കാര്യം നിയമസഭയിൽ ഉണ്ടായത്. അത്രയും നിയമസഭയിൽ പരസ്യമായി ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശക്തമായുള്ള തിരിച്ച് വരവിന് വേണ്ടിയിട്ട് ഈ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ പോകുന്നു MA ബേബി. അതിൽ കൂട്ടത്തിൽ ഇപ്പോൾ പ്രമുഖരായ നേതാക്കന്മാരും അണിചേരുന്നു. ഇത്രയും കാലം ഒരു രണ്ടാം നിര നേതാക്കന്മാരെ പോലും സൃഷ്ടിക്കാതെ പിണറായി വിജയന്റെ ആശ്രിത വത്സലന്മാരെ മാത്രം വെച്ചിട്ട് പിണറായി വിജയൻ പോവുകയായിരുന്നു. നമുക്കറിയാം ശൈലജ ടീച്ചർ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും 2016 മുതൽ 2021 വരെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ കുറിച്ച് ടീച്ചറമ്മ എന്ന് ബഹുമാനത്തോടെ എല്ലാവരും വിളിക്കുള്ളൂ. കാരണം അത്രയും മഹത്തായ പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്. കോവിഡ് കാലത്തും നിപ്പ കാലത്തും ഒക്കെ അവർ ചെയ്തുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ് കേരളത്തിലെ 2016 മുതൽ 2021 വരെയുള്ള പിണറായി സർക്കാരിന് ഇത്ര പേരും പ്രശസ്തിയും കിട്ടാൻ കാരണം. അതൊരു പ്രധാന ഘടകമായിരുന്നു തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആ തിരിച്ചു വരവിന് കാരണക്കാരിയായ ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് 60,000 വോട്ടിന് ജയിക്കുകയും പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് 50,000 വോട്ടിന് ജയിക്കുകയും ചെയ്തപ്പോൾ പിണറായി വിജയന് ഹാലിളകുകയും തന്നെക്കാൾ വലിയൊരു നേതാവ് കേരളത്തിൽ വളരുകയോ ജനപിന്തുണ ഇത്ര കൂടുതലോ അപ്പോൾ എന്തായി? അടുത്ത അദ്ദേഹം സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി
മന്ത്രിസഭയിലെ ആളുകളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ സാധാരണ ചർച്ച ചെയ്യുക. അദ്ദേഹം ഒരു ചർച്ചേൻ്റെ ഒരു ഘട്ടം എത്തിയപ്പം അദ്ദേഹം ഒരു ലിസ്റ്റ് എടുത്ത് കൊടുത്തു. അതിൽ ആരാണ് ഉണ്ടായിരുന്നത്? വീണ ജോർജാണ് ഉണ്ടായിരുന്നത്. വീണ ജോർജ് ആരാണ്? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു തട്ടിപ്പുകാരിയായിരുന്നു വീണ ജോർജ്. ആ ശൈല ടീച്ചറെ വെട്ടിമാറ്റി വീണ ജോർജിനെ എന്തടിസ്ഥാനത്തിലാണ് നിയമിച്ചത്? അവിടെ തുടങ്ങുകയാണ് പിണറായി വിജയൻ. തനിക്ക് എതിരായി നിൽക്കുന്ന നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും കയറി വരാൻ സാധ്യതയുള്ള ആളുകളെ കംപ്ലീറ്റ് അദ്ദേഹം വെട്ടിമാറ്റി. ആദ്യം വെട്ടിയത് പി ജയരാജനാണ്. ഈ പറഞ്ഞ പോലെ ആദ്യം അവിടുന്ന് തുടങ്ങി. പി ജയരാജനെ വെട്ടി, ഇ പി ജയരാജനെ വെട്ടി. ഇ പി ജയരാജനെ വെട്ടി എന്ന് പറഞ്ഞാൽ, ഇ പി ജയരാജൻ അദ്ദേഹം അമേരിക്കയിൽ പോയ സമയത്ത് 25 കോടി രൂപ കർത്തയിൽ നിന്ന് വാങ്ങുകയും പിണറായി വിജയനാണെന്ന് വേണ്ടിയിട്ടാണെന്ന് പറയും. ഇനി പിണറായി വിജയൻ വരില്ല, ഞാനായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുകയും അങ്ങനെ വാങ്ങിയിട്ടുള്ള ഇ പി ജയരാജനെ കാര്യം പിന്നീട് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ കർത്ത തന്നെ പറഞ്ഞതോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ ഈ കരിമണൽ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത്. ഇ പി ജയരാജനെ വെട്ടി, വ്യവസായ മന്ത്രി സ്ഥാനം ഒഴിവാക്കി, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. പി ജയരാജന് കൊടുത്തു, പിന്നെ അതേപോലെ എ കെ ബാലന് കൊടുത്തു, തോമസ് ഐസക്കിന് കൊടുത്തു, രവീന്ദ്രന് കൊടുത്തു. പ്രാവശ്യം രവീന്ദ്രൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യത്തിന് ജയിച്ചു. അപ്പോൾ ഈ വിധത്തിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള നേതാക്കന്മാരെല്ലാം വെട്ടിമാറ്റി. ഈ ജി സുധാകരൻ അടക്കം വെട്ടിമാറ്റി. ഇതായില്ലേ? അവസാനം എന്തായി? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടമുണ്ട് അതിനെ. ഈ ഒരാളെ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കുമ്പോൾ അതിനുള്ളിൽ ഇതിനെതിരെ പോരാട്ടം നടത്തുന്നവർ വലിയൊരു ഭയങ്കര പൊട്ടിത്തെറിയായി മാറും. അങ്ങനെയാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതേപോലെ അമ്പലപ്പുഴയിലും എല്ലാം വിമതന്മാർ മത്സരിക്കുകയും 6 വിമതന്മാർ മത്സരിച്ചാലും 3 പേർ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് അവരുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രകമ്പനം. നമ്മൾ സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ, ജപ്പാനിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് അടിച്ചിട്ടുണ്ട് സുനാമി. അതേപോലെ ഒരു സുനാമിയായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ പ്രകമ്പനം കൊണ്ടുപോയിരിക്കുകയാണ്. അത് ഏത് സമയത്ത് പൊട്ടിത്തെറി മാറുന്ന ഒരവസ്ഥയിൽ, പാർട്ടി ഛിന്നഭിന്നമാകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഒരു ഭീകരനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് MABP തുടക്കമിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടി വലിയ വിള്ളലുണ്ടാക്കും. പിണറായി വിജയനെ പിടിച്ച് പുറത്താക്കിയ ഒരു കുട്ടി ഉണ്ടാവില്ല കൂടെ ഉണ്ടാവാൻ. കാരണം പിണറായി ഒരു തട്ടിപ്പുകാരനാണെന്നും കൊള്ളക്കാരനാണെന്നും സാധാരണ CPM പ്രവർത്തകർക്ക് മാത്രമല്ല നേതാക്കന്മാർക്കും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ അധികം താമസിയാതെ പിണറായി വിജയനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളം ഞെട്ടി വിറയ്ക്കുന്ന സംഭവ പരമ്പരകളായിരിക്കും പുറത്തു വരിക. കാരണം ഒരു പരിധിവരെ ആളുകൾ പിണറായി വിജയനെ സഹിക്കും. ഒരു പരിധി വിട്ടാൽ ഈ പിണറായി വിജയനെ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഭാര്യയ്ക്കും മകൾക്കും മകനും പൈസ ഉണ്ടാക്കി കൊടുത്ത, വിദേശത്ത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ കേരളത്തിന് ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. പാർട്ടിയെ നശിപ്പിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയ പാർട്ടി പ്രവർത്തകർ പൊട്ടിത്തെറിക്കും, പിണറായി വിജയനെ കല്ലെറിയും. മുമ്പ് സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള പോലെ പിണറായി വിജയനെ അടിച്ചോടിക്കുന്ന ഒരു രംഗം നമ്മൾക്ക് കാത്തിരിക്കാം. അതിൻ്റെ തുടക്കമാണ് MABP തുടങ്ങി വെച്ചത്.